അന്നമനട പഞ്ചായത്തിലെ ചെറുവാളൂരിൽ അനധികൃത തോട് നികത്തലിനെതിരെ നടപടിയെടുക്കണമെന്ന ജില്ലാ കളക്ടറുടെ നിർദ്ദേശങ്ങളുണ്ടായിട്ടും ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിച്ചില്ലെന്ന് പരാതി. മഴക്കാലത്ത് രൂക്ഷമായ വെള്ളക്കെട്ട് കൃഷിനാശത്തിന് കാരണമാകുന്നുവെന്ന് ആരോപിച്ച് പ്രദേശവാസികൾ രംഗത്തു വന്നു. അന്നമനട പഞ്ചായത്തിലെ ചെറുവാളൂർ ആർഎംകോ ഭൂമിയോട് ചേർന്ന പ്രദേശത്താണ് അനധികൃത തോട് നികത്തലിനെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പ്രദേശത്ത് സ്വാഭാവിക നീരൊഴുക്ക് തടസ്സപ്പെടുത്തി സ്വകാര്യ വ്യക്തി മണ്ണിട്ട് തോട് നികത്തിയതോടെയാണ് പ്രശ്നം രൂക്ഷമായത്. ഇതോടെ മഴക്കാലത്ത് വെള്ളം ഒഴുകിപ്പോകാൻ വഴിയില്ലാതെ കൃഷിഭൂമികളിലേക്ക് വെള്ളം കയറി നാശനഷ്ടം സംഭവിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. എന്നുവെച്ചാൽ ഞങ്ങൾക്ക് വെള്ളം വരുന്ന ഒരു ഏരിയയാണ്. 2018 തൊട്ടുള്ള ഈ കാലയളവ് വരെ വെള്ളം കയറുന്ന ഒരു ഏരിയ. പിന്നെ ഈ കൃഷിഭൂമിയിലേക്ക് അവിടെ നിന്ന് ഈ തോടിലുള്ള വെള്ളം മുഴുവൻ കൃഷിഭൂമിയിലേക്കാണ് പോകുന്നത്. ഞങ്ങളുടെ വെള്ളം ഓരോ വീട്ടിലേക്കും കയറി തുടങ്ങണം. ഇതിങ്ങനെ മൂടിയ കാരണം ഒഴുക്കിന് തടസ്സപ്പെടുത്താണ്. ഈ വെള്ളം എന്ത് ചെയ്താലാണ് ഇങ്ങനെ ഇത് തുറന്നു തന്നാലാണ് ഞങ്ങൾക്കത് തടസ്സം നീങ്ങി പോവുള്ളൂ. ഇപ്പം അത് തുറന്നു തരാമെന്നും പറഞ്ഞിട്ട് ഇന്ന ആൾ പറയുന്നത് ഞങ്ങൾക്ക് ഇവിടെ തുറക്കാൻ പറ്റില്ല, തുറന്നു തരാൻ പറ്റില്ല എന്നാണ് ഇപ്പോഴും ആ വ്യക്തി പറയുന്നത്. താഴ്ന്ന പ്രദേശമായതിനാൽ വെള്ളക്കെട്ട് കൂടുതൽ രൂക്ഷമായിരിക്കുകയാണെന്നും 12ഓളം കുടുംബങ്ങൾ ദുരിതത്തിലാണെന്നും അവർ ആരോപിക്കുന്നു. ഇപ്പം ഞങ്ങളത് ഞങ്ങൾ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റവന്യൂവിലേക്ക് പോയി അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അത് പഞ്ചായത്ത് മുഖേന ചെയ്യണം. അപ്പോൾ പഞ്ചായത്തുകാർക്ക് പറയുന്നത് റവന്യൂന്ന് ഒരു ലെറ്ററും പോലും തരാണ്ട് ഞങ്ങൾക്കൊരു നടപടിയും ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ ഇടയിലൊരു ഈ ഷാജഹാൻ എന്ന വ്യക്തിയും കൊണ്ട് ഒരു അദാലത്തൊക്കെ ഞങ്ങൾ വെപ്പിച്ചു. അപ്പോൾ അദാലത്ത് വെപ്പിച്ചപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻറ്റും കാര്യങ്ങളും കൂടി ഇയാൾ ഈ അദാലത്തിന് വരാണ്ട് നീട്ടി പോയി 2 ആഴ്ച മേലെ ആക്കി. എന്നിട്ട് അദാലത്ത് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ പറയുന്നത് എൻ്റെ ഭൂമിയിൽ ഈ തോടില്ല, ഞാൻ മൂടിയത് ഞാൻ തുറക്കില്ല എന്നാണ് പറയുന്നത്. 2025 തന്നെ പ്രദേശവാസികൾ ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകിയിരുന്നെങ്കിലും റവന്യൂ കൃഷി വകുപ്പുകളുടെ ഭാഗത്തു നിന്ന് നടപടികൾ വൈകുന്നതായാണ് ആരോപണം. കളക്ടർ നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടും ഉദ്യോഗസ്ഥർ ഫലപ്രദമായി ഇടപെടുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു. സംഭവത്തിൽ അടിയന്തരമായി ഇടപെട്ട് അനധികൃത നികത്തൽ നീക്കം ചെയ്ത് സ്വാഭാവിക നീരൊഴുക്ക് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ രംഗത്തെത്തി. മീഡിയ ടൈം, മാള.